ബാട്ടു കേവ് സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ ഗെൻഡിങ് ഹൈലാൻഡ്സ് എന്ന മായാലോകത്തേക്കുള്ള യാത്രയിലാണ്. 1800 മീറ്റർ ഉയരമുള്ള ഒരു ഹിൽ റിസോർട്ടാണ് ഇത്. 1965 ലീവ് ടോങ് എന്ന ബിസിനസ്സുകാരനാണ് ഇതിൻ്റെ പണി തുടങ്ങിയത്. അയാളുടെ ഓണർഷിപ്പിലാണ് ഈ ഗെൻഡിങ് ഹൈലാൻഡ്സ് ഉള്ളത്. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇവിടെ നിരവധി ഹോട്ടലുകൾ, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, കാസിനോകൾ എന്നിവയുണ്ട്. മലേഷ്യൻ സന്ദർശനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഗെൻഡിങ് വിസിറ്റ്. നമ്മൾ ഈ മലയുടെ ബേസിലെത്തിയ ശേഷം കേബിൾ കാറിലാണ് ഗെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് പോകുന്നത്. കേബിൾ കാർ സ്റ്റേഷനിലേക്ക് ഗ്രാബ് ടാക്സിയിൽ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങ് ദൂരെയായി ഗെൻഡിങ് ഹൈലാൻഡ്സിലെ ബിൽഡിങ്ങുകൾ കാണാം. നമുക്ക് ഞങ്ങൾ 12 പേരുടെ സംഘം 3 ടാക്സികളിലായിട്ടാണ് ഇങ്ങോട്ട് യാത്ര തിരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ടാക്സി എത്തി. കുട്ടികൾ 4 പേരുടെ ടാക്സി നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇനി ഒരു ടാക്സിയും കൂടെ വരാനുണ്ട്. ഗെൻഡിങ് കേബിൾ കാറിൻ്റെ അവന സ്കൈവേയുടെ ബിൽഡിങ്ങാണ്. ഇവിടെ നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോകണം ടിക്കറ്റ് എടുക്കാൻ. അവിടെ ഏറ്റവും മുകളിൽ നിൽക്കുക, അവിടെ ടിക്കറ്റ് എടുക്കുന്നത്. നാളിപ്പം പോയിട്ട് നമുക്ക് അങ്ങ് ഏറ്റവും മുകളിൽ പോയിട്ട് കഴിച്ചാലും പോരെ. ടിക്കറ്റ് എടുക്കാൻ തന്നെ ക്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ മുകളിലോട്ട് പോകണമായിരിക്കും. നല്ല നിറച്ച് ഫുഡ് ഔട്ട്ലെറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ്. വലിയ ഒരു മാളാണ് ഇത്. ആണോ? നിങ്ങൾ 2 വേ ടിക്കറ്റ് എടുക്കുക. സ്റ്റാൻഡേർഡ് 2 വേ ടിക്കറ്റ് എടുക്കുക. 19 ആണോ 2 വേക്ക്? ആയിരിക്കും. എനിക്കതൊക്കെ വ്യക്തമായില്ല. അതെടുത്തോ 2 വേ. വേറെ എന്തോ ഉള്ള അതിനകത്ത് പ്രീമിയം ആയിരിക്കും. പ്രീമിയം വേണ്ട, നമുക്ക് സ്റ്റാൻഡേർഡ് മതി. 2 വേ ടിക്കറ്റ്. അത് തന്നെ എടുത്തോ. 19 ടിക്കറ്റ്. യെസ്. ഞങ്ങളുടെ യുവതലമുറ നേരത്തെ തന്നെ എത്തിയിരുന്നു. അവർ അവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തെത്തി ടിക്കറ്റ് എടുക്കാനുള്ള ശ്രമമാണ്. അവർ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കും. അമന സ്കൈവേ. എന്നിട്ട് ഇവിടുന്ന് ക്യൂ നിന്ന് വേണം നമുക്ക് അതിൽ കയറാം. നമുക്ക് അങ്ങ് ചെന്നിട്ട് ഫുഡ് കഴിക്കാം. അവിടെ ഇഷ്ടംപോലെ ഗോണ്ട കണ്ട ഗോണ്ടോളകൾ വരുന്നുണ്ട അവിടെ. പാസ്പോർട്ട ഇവിടെ ഒരുപാട് തിരക്കൊന്നുമില്ല കേട്ടോ. കണ്ട അവിടെ ആയിട്ട് കേബിൾ കാറുകൾ വരുന്നു. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ടിക്കറ്റിംഗ് കിയോസ്കാണ്. നമ്മൾ പിള്ളേർ സെറ്റ് നേരത്തെ എത്തിയുകൊണ്ട് അവിടെ ഇവിടെ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണ്. അവർ ടിക്കറ്റിൻ്റെ മെഷീൻ്റെ അവിടെ എത്തി 2 വേ എടുക്കാൻ പറഞ്ഞു. ബാത്തു കേവ്സ് ഞങ്ങൾ ഒരുപാട് നേരം കാർ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ നല്ല ബ്ലോക്കായിരുന്നു. അവിടെ നിന്ന് ഒരു 11:30 ഇറങ്ങിയെങ്കിലും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മണി 1 മണിയായി. ഇനി നമ്മളെ ഗ്രൂപ്പിലെ കുറച്ച് പേര് കൂടെ വരണം. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് കയറി പോകാം നേരെ. ഇപ്പം ഇവരോടൊപ്പം ഞങ്ങളെ ഗ്രൂപ്പിലെ എല്ലാവരും. ഇതാണ് ഗെൻഡിങ് ഹൈലാൻഡ്സിലേക്കുള്ള കേബിൾ കാറിൻ്റെ ടിക്കറ്റ്. 19 റിങ്കിറ്റാണ് 2 വേ ടിക്കറ്റിൻ്റെ വില. എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഗണ്ടോളകൾ വരുന്നുണ്ട്. അതിൽ കയറാൻ വേണ്ടി പക്ഷേ ക്യൂ നല്ല ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഗണ്ടോളകൾ കേബിൾ കാർ അങ്ങനെ പോകുന്നു വരുന്നു. എന്താ ഒരു രസം. പക്ഷേ ലങ്കാവിയിലെ കേബിൾ കാറായിരുന്നു ഒന്നുകൂടെ ഒരു എടുപ്പുണ്ടായിരുന്നത്. അപ്പോൾ
നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, സുഹൃത്തുക്കളായി കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത മലേഷ്യയിലെ 2ാമത്തെ കേബിൾ കാർ റൈഡ്. പക്ഷെ കേബിൾ കാറാണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് മറ്റേതായിരുന്നു ലങ്കാവിയിലെ. സത്യം. പക്ഷെ 10 മിനിറ്റ് എടുക്കൊന്നും 10 മിനിറ്റ് 2 പേരൊക്കെ ആട്ടോ വരുന്നത്. തിരിച്ചു വരുന്നതിൽ 2 പേരൊക്കെ. ഇപ്പോഴേ ഒന്നും ആരും വരും. തിരിച്ച് ബസ്സുണ്ട് കേട്ടോ. 10 റിങ്കിറ്റിന് അങ്ങ് കൊല്ലാലംപൂരിയല്ല. റോഡുണ്ട്. അല്ല, ആ ഏറ്റവും മുകളിൽ കാണുന്ന സ്ഥലം കഴിയുമോ അതോ ഇല്ല? കുറച്ചുകൂടെ പോവും. പിന്നെയും പോവും. ഇല്ല ആയിരിക്കൂല. കാരണം നമ്മൾ പടിയൊക്കെ ഇട്ടിട്ടുണ്ട്, നടന്നു കയറി പോകണമെന്നുണ്ടോ? പക്ഷെ ഇവിടെ നല്ല വൃത്തിയായിട്ട് കാണാം അല്ലേ? കുറെ കൂടെ മറ്റേ കണ്ടോളെ കുറെ കൂടെ വിശാലത കണ്ടോളെന്നുള്ള വ്യൂ ആണ്. എന്റെ ആ കാറിൽ ഇരുന്നപ്പോ തന്നെ അവിടെ ഒരു പഗോഡ. ബൈക്കേഴ്സ് പിഞ്ഞു വരെ കയറാം. നമ്മളല്ലേ കണ്ടോ? ഉണ്ട്. ഇല്ല, ഇവിടെ ഇറക്കമൊന്നുമില്ല. ഇത് മെയിൻ്റെനൻസിനെ കണ്ടുകൊണ്ടുള്ള സ്റ്റേഷനാണ്. ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേഷനാണ് കേട്ടോ. ഇന്റർമീഡിയറ്റ് സ്റ്റേഷനാണ്. മിനി സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങാം, ഉറങ്ങാതിരിക്കോ. ചിൻസി സ്റ്റേഷൻ എന്ന് പറയുന്നൊരു സ്റ്റേഷനുണ്ട്. നമ്മൾ വിക്കിപീഡിയ നോക്കിയിട്ട് പറഞ്ഞുതരാം ഇവിടെ ആരിറങ്ങിക്കൂടാന്നൊക്കെ. ഇവിടെ എന്തൊക്കെയുണ്ട്, അപ്പം പഴവും പലരും ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞുതരാം. ഗോണ്ട്രോളാസ്. അതതിന്റെ ഉള്ളിൽ നിക്കുമ്പോ അല്ല നമ്മളിങ്ങനെ റോഡ് നോക്കി ഇങ്ങനെ മലേഷ്യ, ട്രൂലി ഏഷ്യ. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. മലനിരകൾ. സ്പോട്ട് വേർഡിന്റെ ബിൽഡിങ്സ് ആണ്. മേഘത്തിൽ കുളിച്ചു വയ്ക്കുന്നു. മേഘം വന്നു അതൊക്കെ സൂക്ഷിച്ചൊക്കെ ഇരുന്നു. ഞാൻ ശരിക്കും അത് കഴിഞ്ഞ വൈറ്റമിൻ ഡി ഒക്കെ കുറച്ച് കൂടി കാണും. അവിടെ നമ്മളെ ആൾക്കാരെ കാണാൻ പറ്റുമോ? ഇത് ബസ് വണ്ടിയിലൊന്നും കയറി പോകാൻ നമ്മര് ഒന്ന് കാറൊക്കെ ഉള്ളവർക്ക് ഇത് ഒന്ന് കയറിപ്പോ. കേബിൾ കാറൊന്നും വേണ്ട. ഈ ഫാമിലിക്ക് എത്ര ടിക്കറ്റ് എടുത്ത് കൊടുത്ത്?
4 വരെ ഉള്ളായിരുന്നു. 4 പേർക്ക് 76. അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് കാശ് കിട്ടും. ഇവിടെ ഉൾപ്പെടെ റോഡുകളുണ്ട് ഇത്രയും പുറകില് നല്ല കളർ അത് മറ്റേ ഇതല്ലേ റോളർ കോസ്റ്റർ. ഓ ഇവിടെ ഭയങ്കര വലിയ റോളർ കോസ്റ്റർ ഒക്കെ നമ്മൾ അന്ന് വന്നപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇവിടെ ചില അമ്യൂസ്മെന്റ് പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് ദൂരെ നിന്ന് കണ്ടല്ലേ ഉള്ളൂ ഈ ഹോട്ടലിന്റെ. ഇല്ല, കണ്ടില്ല. ഈ കാണുന്നതാണ് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലാണ്. 7350 മുറികളുണ്ട് ഇവിടെ. ഗെന്റിങ് ഹൈലാൻഡ്സിലെ കാഴ്ചകളാണ്. ഇവിടെ വലിയ ഒരു ഷോപ്പിംഗ് മാൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ താലി മീൽസ് കണ്ട് കുറച്ച് പേര് അങ്ങോട്ട് പോയി. നമുക്ക് താലി മീൽസ് വേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ്. പിസ അടിക്കാം എന്നാണ് പറയുന്നത്. ഹൈലാൻഡ്സിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അതെ, ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കണം. ഫുഡ് ലഞ്ച് ലക്ഷ്യമാക്കി പോവുകയാണ്. അതെ, താലി മീൽസ് കഴിക്കാൻ പോയി. ഇനി ഞങ്ങൾ പിസ അന്വേഷിച്ച് നടക്കുകയാണ്. ആ അവിടെ കാണുന്നു തോന്നുന്നു പിസ. മനോജ് അവിടെ പോയി. മനോജ് ഉണ്ട്. ശ്രീകുട്ടൻ ഇല്ല, അവിടെ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അവിടെയായിരുന്നു നമ്മൾ അന്ന് കഴിച്ചതെന്നാണ് തോന്നുന്നത്. താഴെ 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 ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. പലതരത്തിലുള്ള റൈഡുകളും കാര്യങ്ങളും. ബിൽഡിങ്ങിൻ്റെ ഒരു വ്യൂ കിട്ടും ഷിപ്പിലിരുന്നുകൊണ്ട്. അങ്ങനെ ഒരു സംഭവം. പിന്നെ കളറിൻ്റെ ലൈറ്റിൻ്റെ അയ്യരുകൾ, കളർ ലൈറ്റുകളാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ്. നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. നമ്മളൊരു പിസ അന്വേഷിച്ച് പോവാം. പിസ ഇവിടെ ഏത് അട്രാക്ഷൻ കയറണമെങ്കിൽ ടിക്കറ്റ് കൊടുക്കണം. അതാണ് ടിക്കറ്റ്. പിസ ഹട്ട് അന്വേഷിച്ച് കുറേ നടന്നെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവസാനം ശ്രീവാണ്ടി എന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചോറും മറ്റ് കറികളുമായിട്ട് ലഞ്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ചോറൊക്കെ അടിച്ച് വിശപ്പ് മാറ്റിയതിന് ശേഷം ഈ ഗെന്റിങ് ഹൈലാൻഡ്സിലെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മായാലോകം തന്നെയാണിത്. ഇതാണ് ഇവിടുത്തെ പ്രധാന കാസിനോയുടെ എൻട്രൻസ്. ഞങ്ങൾ കാസിനോയ്ക്കകത്ത് കയറിയിരുന്നു. പക്ഷേ കാസിനോയിൽ ഫോട്ടോഗ്രാഫി അലൗഡല്ല. അതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊന്നും എടുക്കുവാൻ പറ്റിയില്ല. ഈ കാസിനോസ് എന്ന് പറയുന്നത് നമുക്ക് അത്ര പരിചയമുള്ള കാര്യമല്ലല്ലോ. അവിടെ ധാരാളം ചൂതാട്ടത്തിൻ്റെ പരിപാടികൾ ഉണ്ടായിരുന്നു. മലേഷ്യയിലെന്നല്ല, ഏഷ്യയിൽ തന്നെ കാസിനോകളുള്ള അപൂർവം സ്ഥലങ്ങളിലൊന്നാണിത്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റുമായി ഒരുപാട് പേർ ചൂതാടുവാൻ ഇവിടെ എത്തിയിരുന്നു. പല ടൈപ്പ് ചീട്ടുകൾ വെച്ചുള്ള കളികൾ, അല്ലാതെ ഉള്ള റൗലെ എന്ന് പറയുന്ന കളികൾ, കമ്പ്യൂട്ടർ ബേസ്ഡ് ചൂതാട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ലക്ഷക്കണക്കിന് രൂപ പൊടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ട് ഞങ്ങളങ്ങനെ അവിടെ സ്തംഭിച്ചു നിന്നു. ഞങ്ങൾ ചൂതാട്ടത്തിനൊന്നും പോയില്ല. കാരണം മിനിമം ബെറ്റെന്ന് പറഞ്ഞാൽ തന്നെ 1000-ന് പുറത്ത് രൂപയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടിക്കൊന്നും പോയില്ല.
അതുകൊണ്ട് കുറേ നേരം കാസിനോയിൽ ചിലവഴിച്ച് അവിടെ കട്ടൻ കാപ്പിയൊക്കെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കുടിച്ചതിന് ശേഷം പതുക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് ചാടി വെളിയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഇതെല്ലാം ഈറ്റിംഗ് ഏരിയാസാണ്, ഈറ്റബിൾസ്.
അഡ്വഞ്ചർ പൂർത്തിയാക്കി ഗെന്നിങ് ഹൈലാൻഡിൽ നിന്നും മടക്കം. വീണ്ടും നമ്മൾ കേബിൾ കാർ പഠിക്കാൻ പോകുന്നു. ഗെന്നിങ് ഹൈലാൻഡ്സിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് മലേഷ്യയുടെ സിംബൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന പെട്രോണസ് ടവറിൻ്റെ ചുവട്ടിലേക്കാണ്. പെട്രോണസ് ടവർ ഒന്ന് കയറി കാണണം എന്ന പ്ലാനിൽ അവിടെ ചെന്ന് നോക്കിയപ്പോഴോ മുകളിലേക്ക് പോകാനുള്ള ടിക്കറ്റില്ല. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ഇനി ചൊവ്വാഴ്ചയെ ടിക്കറ്റുള്ളൂ. ഞങ്ങൾക്ക് ശനിയാഴ്ച തിരിച്ചു പോവുകയും വേണം. അതുകൊണ്ട് പെട്രോണസ് ടവറിൻ്റെ മുകളിൽ പോകാനുള്ള പരിപാടി ഉപേക്ഷിച്ച് അതിനെ ചുറ്റും നടന്ന് കണ്ട് സംതൃപ്തി അടയാൻ തീരുമാനിച്ചു. ഭയങ്കര ടൂറിസ്റ്റ് സീസണാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പെട്രോണസ് ടവറിനകത്ത് കയറാനുള്ള പരിപാടി ഡീം. ഇനി ഇവിടെ ഇറങ്ങാനേ പറ്റും. അതെ, പെട്രോണസ് ടവറിൻ്റെ മുകളിൽ കയറാൻ പറ്റൂല. ടിക്കറ്റ് ഇല്ലാതെ പറ്റില്ല. അതിനുള്ള എൻട്രി ടിക്കറ്റ് തീർന്നുപോയി. പെട്രോണസ് ടവറിനോട് ചേർന്നുള്ള സൂര്യ KLCC എന്ന വലിയ മാളിൻ്റെ ഉൾവശമാണിത്. അവിടെയൊക്കെ ഞങ്ങൾ കറങ്ങി കണ്ടു. അവിടെ മുകളിൽ ഒരു ഫുഡ് കോർട്ടുണ്ട്. അവിടെ നിന്ന് ആഹാരം കഴിക്കാനാണ് പ്ലാൻ. സൂര്യ KLCC മാൾ. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടിൽ നിന്നായിരുന്നു ആഹാരം. ഇവിടെ നിന്നും ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഞങ്ങളങ്ങോട്ട് നടക്കുകയാണ്. ഇനി നാളെ ഞങ്ങളുടെ മലേഷ്യൻ സന്ദർശനത്തിൻ്റെ അവസാന ദിവസമാണ്. നാളെ രാത്രിയിൽ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.